നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 24/5/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ വീണ്ടും കുറയുമെന്നുള്ള ദുഃഖത്തിലാണ് മിക്ക റബ്ബർ കർഷകരും. കാര്യം വളരെ ഏറെ പണം ചിലവാക്കി ഇപ്പോൾ ടാപ്പിംഗ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് മിക്ക ആൾക്കാരും. ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 252, RSS 5 കിലോ 249, ISN 20 208, ലാറ്റക്സ് 60% യാർഡ്സിന് 160 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 252, RSS 5 കിലോ 249. ഇതാണ് കൊച്ചി വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% യാർഡ്സിലുള്ള ഒട്ടുപാൽ കിലോ 153, 60% യാർഡ്സിലുള്ള ഒട്ടുപാൽ കിലോ 114 രൂപ 75 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 251, RSS 5 കിലോ 240. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 278 രൂപ 42 പൈസ, RSS 5 കിലോ 277 98 പൈസ. ഇപ്പോൾ ഓടുന്ന സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില നോക്കാം. ഗ്രേഡ് RSS 4 കിലോ 255, ഗ്രേഡ് RSS 5 കിലോ 240, ലൂസ് ഷീറ്റ് 235, ലോട്ട് കിലോ 195. ഒട്ടുപാൽ നോക്കുമ്പോൾ 135 മുതൽ 140 രൂപയാണ് സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുനലൂരിൻ്റെ വില. അതേസമയം കേരളത്തിൻ്റെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,580, ഒരു പവന് 1,16,640. അതുപോലെ 24 ക്യാരറ്റ് 15,906, ഒരു പവന് 1,27,248. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 40 രൂപ, ഒരു പവൻ്റെ മുകളിൽ 320 രൂപയാണ് കുറഞ്ഞത്. എന്തായാലും സാധാരണക്കാർക്ക് ആശ്വാസമായി ക്ഷേമ പെൻഷൻ ഈ മാസം 25-ന് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1070 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയൊക്കെ ആയ VD സതീശൻ കേരളത്തിൽ 62 ലക്ഷത്തോളം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. കുറേ പേർക്ക് അക്കൗണ്ടും കുറേ പേർക്ക് കൈകളിലുമാണ് എത്തുന്നത്. UDF പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്ക് ക്ഷേമ പെൻഷൻ 3000 ആക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം 2000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഓരോ മാസവും 2000 രൂപ കൈ കിട്ടുമ്പോൾ അവർക്ക് ഏറെ സന്തോഷവും മറ്റുമാണ്. 2011 മുതൽ 2016 വരെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ മാസം തോറും 600 രൂപയാണ് കൊടുത്തിരുന്നത്. പിന്നെ പിണറായി സർക്കാരുകൾ വന്നതിന് ശേഷം 2000 രൂപയായി വർദ്ധിച്ചു. അതേസമയം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും ധനകാര്യമന്ത്രി കൂടിയായ VD സതീശൻ പറയുകയുണ്ടായി. ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ പ്രത്യേക സമിതി രൂപീകരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. എന്തായാലും പാവങ്ങൾക്ക് ആശ്വാസകരമായ ഈ പദ്ധതി എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.